ചിലപ്പോ തല്ലിന്ന് വരും. പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ രണ്ടര പറയാനായിട്ട് തന്നെയാണ് വന്നത്. കന്നിമാസത്തിൽ ഭ്രാന്ത് കയറിയ കൊടിച്ചുപട്ടിയെ പോലെ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേറെ ആളെ നോക്കാം. എന്താണ് ഇത്ര പറയാനുള്ളത്? ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഇയാളെ പേടിച്ചിട്ടൊന്നല്ല. അല്ല, എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലല്ല, ഇയാളെ പേടിക്കേണ്ട ആവശ്യം എനിക്ക് എന്നുള്ളത്. നിന്റെ നാക്കിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രസംഗം വേണ്ട. എന്താ നിന്റെ തീരുമാനം? അതാ എനിക്കറിയേണ്ടത്. കാരണം എനിക്കെന്താ കൊമ്പുണ്ടോ? അല്ല ഇയാളെ കൊമ്പുള്ളത് പോലെയാണ് ചില ഇന്റർവ്യൂ സംസാരിക്കുന്നത്. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. എനിക്ക് തോന്നാറുണ്ട് ഈ ഇരിക്കുന്ന ഇപ്പോഴത്തെ സീറ്റിലിരിക്കുന്ന ആൾക്കാർ എന്തോ പഴം വിഴുങ്ങി ഇരിക്കുകയാണെന്ന്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എന്ത് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ആ ഒരു ചോദ്യം അനുസരിക്കും, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഗസ്റ്റ് മാത്രമാണ് സാധാരണ ഇവിടെ ഇരിക്കുക. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടി. അത് വരുന്ന ഗസ്റ്റിനെ പോലെ ഇരിക്കും. റീഡിങ് ഞാൻ നല്ല നല്ല ബുക്സ് ഒക്കെ വായിക്കും. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ വെച്ചിട്ട് എന്തും ചോദിച്ച് അവരെ ഉള്ളിൽ എടുക്കുന്നത് അത് നല്ല കാര്യമാണോ? അതല്ല ഉദ്ദേശം. ഉത്തരം പറ. അത് പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുത്.